266 പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടം, ഡ്രീം ലൈനർ 787, ഏറ്റവും സുരക്ഷയുള്ള വിമാനം എന്നാണ് പറയുന്നത്. അത് തകർന്നതല്ല, തകർത്തതാണ് എന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് നമ്മുടെ വ്യോമയാന രംഗത്തെ ഏവിയേഷൻ സേഫ്റ്റി എക്സ്പെർട്ട്, ഇന്ത്യയിലെ തന്നെ അല്ല ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയനായ ഒരാളാണ് ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഡെയിലി ടെലഗ്രാഫ് പത്രത്തിൽ വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് വിമാനത്തിൻ്റെ പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ സുമീത് സബർവാൾ, അദ്ദേഹത്തിൻ്റെ മനോനില ശരിയായിരുന്നില്ല. അദ്ദേഹം വല്ലാത്ത ഡിപ്രഷനിലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് വലിയ പ്രായമായി. അച്ഛന് 90 വയസ്സായി, അമ്മ കുറച്ചുകൂടി യങ്ങാണ്. അച്ഛന് വയ്യാത്തതുകൊണ്ട്, അച്ഛന് 90 വയസ്സായതുകൊണ്ട് സ്വന്തമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ജോലി രാജിവെക്കണമെന്ന് ഒരു 3-4 മാസമായിട്ട് ഈ പൈലറ്റ് സുമീത് സബർവാൾ പറയുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് വളരെ പെട്ടെന്ന് ഇയാൾ ജോലിക്ക് പോകുമ്പോൾ അച്ഛന് സഹായമായിരുന്ന, അച്ഛനെ നോക്കിക്കൊണ്ടിരുന്ന അമ്മ മരിച്ചത്. ഇത് ഇയാൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇയാൾ ഡിപ്രഷൻ ഉണ്ടായ അവധിയിലായിരുന്നു. അവധി കഴിഞ്ഞ് ഒരു മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കിട്ടി, മെൻ്റലി ഫിറ്റാണെന്ന് പറഞ്ഞിട്ട് ആ മെഡിക്കൽ റിപ്പോർട്ട് സംഘടിപ്പിച്ച് ഇയാൾ കയറുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇയാളുടെ മനോനില ശരിയായിരുന്നില്ല. ഒരു ജോലിക്ക് തിരികെ പ്രവേശിക്കാൻ വേണ്ടി പരിചയമുള്ള ഒരു സ്ഥലത്ത് നിന്ന് മനോനില ശരിയാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് തട്ടിക്കൂട്ടി വാങ്ങിച്ചിട്ടാണ് ഈ സുമീത് സബർവാൾ ജോലിക്ക് കയറിയത്. അതിൻ്റെ ചുവട് പിടിച്ച് ഡെയിലി ടെലഗ്രാഫിൻ്റെ വാർത്തയുടെ ചുവട് പിടിച്ച് വാൾ സ്ട്രീറ്റ് ജേർണൽ, അമേരിക്കൻ പത്രമാണ്, ഇന്നലെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. ഇന്നലെയല്ല, ഇന്ന് പറയുന്നത് ഈ വോയിസ് റെക്കോർഡർ ഉണ്ടല്ലോ, ബ്ലാക്ക് ബോക്സിലെ വോയിസിനകത്ത് നിന്ന് വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് വിമാനം പറക്കുമ്പോൾ പൈലറ്റ് ചെയ്തിരുന്നത് ക്ലൈവ് കുന്ദറായിരുന്നു. ഫസ്റ്റ് ഓഫീസർ കോപൈലറ്റ് ആയിരുന്നു. കോപൈലറ്റ് 32 വയസ്സുള്ള ക്ലൈവ് കുന്ദർ പറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്തു. ക്ലൈവ് കുന്ദറാണ് ചോദിക്കുന്നത്, ഇതാരാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തത്? ഉടനെ വളരെ കൂളായി ശാന്തമായി ഞാനല്ല എന്ന് പറഞ്ഞ് ഇയാൾ ചിരിച്ചു എന്നാണ് വോയിസ് റെക്കോർഡറിലുള്ളത്. വിമാനം പറന്ന് ടേക്ക് ഓഫ് ചെയ്ത് 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് ഓഫ് ചെയ്തു. അപ്പോൾ വലത്തെ സീറ്റിലാണ് പൈലറ്റ് ഇരിക്കുന്നത്, ഇടതുവശത്തെ സീറ്റിലാണ് സാധാരണഗതിയിൽ ഫസ്റ്റ് ഓഫീസർ ഇരിക്കേണ്ടത്. പക്ഷെ പൈലറ്റ് ചെയ്തിരുന്നത് ക്ലൈവ് കുന്ദർ ആയതുകൊണ്ട് അതുകൊണ്ട് വലത്തെ സീറ്റിൽ ഇരുന്നത് ക്ലൈവ് കുന്ദറാണ്. ഇടതുവശത്തെ സ്വിച്ചാണ് ഓഫ് ചെയ്തത്. ഇടതുവശത്തെ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഇടതുവശത്തെ സീറ്റിലിരിക്കുന്ന ആൾക്കേ കഴിയുള്ളൂ. അത് സുമീത് സബർവാൾ പൈലറ്റായിരുന്നു. പൈലറ്റ് ഇടതുവശത്തെ സീറ്റിലിരുന്ന് ആ ഗിയർ ലിവറിൻ്റെ ഭാഗത്തുള്ള ഇടത്തെ സ്വിച്ച് ഓഫ് ചെയ്തത് സുമീത് സബർവാൾ തന്നെയാണ് എന്ന് ബ്ലാക്ക് ബോക്സിലെ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നു എന്നാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ ഡെയിലി ടെലഗ്രാഫിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചിപ്പോൾ ഈ US നാഷണൽ സേഫ്റ്റി ബോർഡുണ്ട്, അവർ ഫെഡറൽ സേഫ്റ്റി ബോർഡ് ഇപ്പോൾ അതിൻ്റെ മേധാവി ജെന്നിഫർ ഹോമൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബ്ലാക്ക് ബോക്സിലെ അവർക്ക് കൊടുക്കണം, സംഭാഷണങ്ങൾ പുറത്താക്കണം, അവർക്ക് വിട്ടുതരണം. അപ്പം നമ്മൾ വിചാരിച്ചതുപോലെ ഈ വിദേശ അട്ടിമറിയോ ശത്രുക്കളുടെ അട്ടിമറിയോ ഒന്നുമല്ല. മനോനില ശരിയല്ലാതിരുന്ന പൈലറ്റ് മനഃപൂർവ്വം ഈ വിമാനം തകർത്ത് ഇത്രയേറെ ആളുകളെ, ഇദ്ദേഹത്തിന് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു സ്വന്തം നിലയ്ക്ക്. പക്ഷേ ഇത്രയേറെ ആളുകളെയും വിമാനത്തെയും തകർത്തു കളഞ്ഞു എന്നുള്ള വാർത്തയാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഈ ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരം നിരുത്തരവാദപരമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കരുത്, ആ ഫൈനൽ റിപ്പോർട്ടിന് കാത്തിരിക്കുമെന്നാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പറയുന്നത്. പൈലറ്റുമാരുടെ സംഘടനയാണ് കടുത്ത പ്രതിഷേധത്തിലുമാണ്. ഇത് എന്താണ് സാറിന് ഇത് നോക്കിയിട്ട്? ആ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ആ 15 പേജ് റിപ്പോർട്ട് ആദ്യം വന്നത് അവർ പ്രാഥമിക റിപ്പോർട്ടാണെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും അന്തിമ റിപ്പോർട്ടിന് കാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പ്രാഥമിക റിപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ഈ ദുരൂഹതകൾ ഉണ്ടാക്കിയത്. ദുരൂഹത എന്നല്ല, ഇപ്പൊ സുനിൽ പറഞ്ഞ ആ റൂട്ട് ഉണ്ടല്ലോ, ആ റൂട്ടിലേക്ക് പോകുന്നതാണ് ഈ പ്രാഥമിക റിപ്പോർട്ട്. പ്രാഥമിക റിപ്പോർട്ട് രാത്രി 1 മണിക്ക് അപ്ലോഡ് ചെയ്തു. അതിൽ സൈനില്ല, ഡേറ്റ് ഇല്ല, അങ്ങനെയാണ് റിപ്പോർട്ട് വരുന്നത്. വാലും തലയും ഇല്ലാത്ത റിപ്പോർട്ടായിരുന്നു. അതെ. അപ്പൊ പക്ഷെ അതിൻ്റെ അകത്ത്
ഈ സംഭാഷണം ഉണ്ടല്ലോ, ആ കോക്പിറ്റില് നടക്കുന്ന ആര് തമ്മിലാണെന്ന് പറയാതെ അത് പറയാതെ ആ സംഭാഷണമുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായിട്ടും അറിയാമായിരുന്നിരിക്കണം ഈ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് ഇത് സബർവാളിന്റെ ശബ്ദമാണ്, അത് ഞാനല്ല എന്ന് പറയുന്നത് സബർവാളാണെന്നുള്ളത് അവർക്ക് ധാരണയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് സാർ, അതിനകത്ത് പറയുന്നത് ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പാണ് ക്യാപ്റ്റൻ മോഹൻ രംഗനാഥന്റെ ഒരു വീഡിയോ വന്നിരുന്നു. അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം ഡെയിലി ടെലഗ്രാഫിന് ഇന്റർവ്യൂ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് വരുന്നത്. അത് ശരിയാണ്. ആ മോഹൻ രംഗനാഥൻ സംസാരിക്കുന്നത് ഞാൻ കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സ്വിച്ച് ഉണ്ടല്ലോ, ആ റിപ്പോർട്ട് വായിച്ചാലും പിന്നീടുള്ള റിപ്പോർട്ടുകൾ നോക്കിയാലും ഇത് വെറുതെ ഇങ്ങനെ കട്ട് ഓഫ് എന്നുള്ളതാണ് പറക്കുന്ന പൊസിഷൻ. കട്ട് ഓഫ് എന്ന് പറയുന്നത് എഞ്ചിനേക്കുള്ള ഇന്ധനം ഓഫ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഓഫും ആവുന്നില്ല, ലിഫ്റ്റ് ചെയ്യണം. ലിഫ്റ്റ് ചെയ്ത് അത്ര വലിയ ബലമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഈസി ആയിട്ട് ചെയ്യാവുന്നതാണെന്നോ. പക്ഷേ ഇത് പിന്നെ ഇന്നലെ ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഇത് വേണമെങ്കിൽ ഈ വിമാനം ഇതിനു മുമ്പും ഈ ക്രാഷ് ലാൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഈ തകർന്ന വിമാനം ആ വിമാനത്തിൽ വേണമെങ്കിൽ തന്നെത്താനെ ഈ സ്വിച്ച് പോകാവുന്ന വിധത്തിലുള്ള ഡിഫക്റ്റ് ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡൽഹി ചിലപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ആളുകളാണോ എന്ന് സംശയിക്കാവുന്ന വിധത്തിൽ അങ്ങനെയും പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതുകൂടെ കണക്കിലെടുത്തിട്ടായിരിക്കും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇത്തരം വാർത്തകളൊന്നും പ്രസിദ്ധീകരിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ സോഫ്റ്റ്വെയർ തകരാറുകൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് ഈ ഇന്നലെ ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അൺകമാൻഡഡ് ആക്ഷൻസ് ഈ വിമാനത്തിൻ്റെ അകത്ത് ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ പൈലറ്റും കോ പൈലറ്റും കമാൻഡ് ചെയ്യാത്ത തന്നെത്താനെയുള്ള ആക്ഷനുകൾ. നമ്മൾ പറയില്ലേ ഈ ചാത്തൻ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നതാണോ, ഇനിയിപ്പോ സോഫ്റ്റ്വെയറിൽ വേറെ ആരെങ്കിലും ഇടപെടൽ നടത്തിയതാണോ? അതൊന്നും അറിയില്ല. അതാണ് അന്തിമ റിപ്പോർട്ടിന് കാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചസ് തന്നെത്താനെ ഈ കട്ട് ഓഫിലേക്ക് പോയിട്ടുണ്ടാകാമെന്ന് സൂചന പറയുന്നൊരു റിപ്പോർട്ട് ഇന്നലെ ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ്സിലും വന്നിരുന്നു. 12-ാം തീയതി ടേക്ക് ഓഫ് കഴിഞ്ഞ് 1 മിനിറ്റിന് ശേഷം ആണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ താഴേക്ക് പോരുന്നത്. ജൂൺ 12-ാം തീയതി ടേക്ക് ഓഫിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള യാത്രയിൽ പൈലറ്റ് ടെക്നിക്കൽ ലോഗിൽ സ്റ്റെബിലൈസർ പൊസിഷൻ ട്രാൻസ്ഡ്യൂസർ ഡിഫക്റ്റ് എന്ന് എഴുതി വെച്ചിരുന്നു. അത് ഈ സബർവാൾ തന്നെ സുനിൽ പറഞ്ഞപ്പോൾ ഈ സബർവാളിൻ്റെ കുഴപ്പം പിടിച്ച മാനസികാവസ്ഥയിൽ അദ്ദേഹം എഴുതി വെച്ചതാണോ എന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നുണ്ട്. സ്റ്റെബിലൈസർ പൊസിഷൻ ട്രാൻസ്ഡ്യൂസർ ഡിഫക്റ്റ് എന്ന് എഴുതി വെക്കുന്നു. ഇപ്പം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ട്രാവൽ ചെയ്തിരുന്ന ഒരാൾ അപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് വൈദ്യുതി തകരാറുകൾ ഉണ്ടായിരുന്നു. ഫാനുകളൊന്നും ലൈറ്റുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല, മറ്റേ സ്വിച്ചുകളൊന്നും ഓണാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം തന്നെ എന്തോ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോഴും ചിലപ്പോൾ ഈ സബർവാൾ ഇങ്ങനെ ചെയ്തിട്ട് ഇത് കറക്റ്റ് ചെയ്തതാണോ? കാരണം 2.5 മിനിറ്റ് കൊണ്ട് ഇത് കറക്റ്റ് ചെയ്യാം. കട്ട് ഓഫിലേക്ക് പോയിട്ട് തിരിച്ച് റണ്ണിലേക്ക് വരാനായിട്ട് 2.5 മിനിറ്റോളം ബാധിക്കത്തില്ല. അത് ബാധിക്കില്ല. അതെ, ടേക്ക് ഓഫിലും ലാൻഡിങ്ങിലും ഒക്കെയാണ് ഈ പ്രശ്നം. മറ്റേ ടേക്ക് ഓഫിൽ ഇത് ലിഫ്റ്റ് നടന്നില്ല. ആ 2.5 മിനിറ്റിന്റെ ഇടയ്ക്ക് ഇത് താഴേക്ക് വീണുപോയി. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഡൽഹിയിൽ നിന്ന് പറന്നു വരുമ്പോൾ തന്നെ ഒരുപക്ഷെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കാം. അപ്പോഴായിരിക്കും പവർ ഫെയിലിയർ ഉണ്ടായിട്ട് അത് വീണ്ടും തിരിച്ചു പഴയ പോലെ ആക്കി. അത് പറക്കുമ്പോൾ അത് കുഴപ്പമില്ല. അപ്പൊ ഒരു ശ്രമം ഈ ആദ്യം നടത്തിയിട്ടുണ്ട്. അപ്പൊ പൈലറ്റിനും മനസ്സിലായി ഇപ്പൊ ഓഫ് ചെയ്തുകൊണ്ട് കാര്യമില്ല, വിമാനം റണ്ണിങ്ങില്ല, ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇനി അഹമ്മദാബാദിൽ നിന്ന് ചെല്ലുമല്ലോ, പൊങ്ങുമല്ലോ, അപ്പൊ ചെയ്യാം. ഈ തിയറി ശരിയാണെങ്കിൽ, ഇദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ അതും കൂടി നമ്മൾ കൂട്ടി വായിക്കണം. ആദ്യത്തെ യാത്രയും കൂടി ഈ
ഇതിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അല്ല, ഇതിനു മുമ്പും ഇതുപോലെ ഡിപ്രഷൻ ബാധിച്ച പൈലറ്റുമാർ വിമാനങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന് വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. കാരണം ഈ ഭ്രാന്തനായ ഒരു ജഡ്ജി തന്നെ നമ്മുടെ കോടതിയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കുന്നില്ലേ? അത്തരം ആളുകളെയൊന്നും ഈ ജോലിയിൽ ഒരു സംശയത്തിന്റെ തരിമ്പെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും പേരുടെ ജീവനുമായിട്ട് നടക്കുന്ന ഒരു ജോലിയിൽ അദ്ദേഹത്തിനെ ഏൽപ്പിക്കാൻ പാടില്ല. വേറെന്തെങ്കിലും ജോലി കൊടുക്കാമല്ലോ. നമ്മൾ ഓഫീസുകളിലൊക്കെ ചെയ്യുന്നതാണല്ലോ ജീവകാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലർക്ക്. ഇത് ഏവിയേഷൻ സേഫ്റ്റി എക്സ്പെർട്ടായ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ, ഇദ്ദേഹത്തിന്റെ കുറെ സഹപ്രവർത്തകരായിരുന്ന പൈലറ്റുമാരുടെ മനസ്സിലായി എനിക്ക്, സംസാരിച്ചിട്ടാണ് ഈ ഇതൊക്കെ ഇയാള് മാനസികമായിരുന്നു വിശ്വസനീയമാണത്. അതെ, കാരണം ഒരുപാട് ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞിട്ടാണല്ലോ വിവരം കിട്ടുക. അത് ആ മോഹൻ ശങ്കർ ഈ ഫീൽഡിലുള്ള ആളുമാണ്, മോഹൻ രംഗനാഥൻ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ ട്രാൻസ്ഡ്യൂസർ ഡിഫക്റ്റ് എന്ന് ഇയാൾ എഴുതി വെച്ചല്ലോ. അത് ആ ട്രാൻസ്ഡ്യൂസർ എന്താണെന്നും കൂടി പ്രേക്ഷകരോട് പറയണ്ടേ. ഇത് വിമാനത്തിന്റെ നോസിന്റെ അപ്പ് ആൻഡ് ഡൗൺ ചലനം നിയന്ത്രിക്കുന്ന സെൻസറാണ്. അപ്പൊ ഇലക്ട്രിക്കൽ സിഗ്നൽസിലെ ഡാറ്റ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിന് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സംവിധാനമാണിത്. അപ്പൊ ഇൻപുട്ട് എല്ലാം കൃത്യമെന്ന് പൈലറ്റിനെ അറിയിക്കുന്ന സംവിധാനം കൂടിയാണിത്. ഇത് കേടാണെന്നാണ് ഈ ലോഗ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണെങ്കിൽ അതൊരു തന്ത്രം കൂടിയായിരിക്കാം. ഇയാൾ സ്വിച്ച് ഓഫ് ചെയ്തതാണെന്നില്ല എന്നുള്ളത് ഒരു മുൻകൂർ, കാരണം അടുത്ത അല്ലെങ്കിൽ താഴെ വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു എൻക്വയറി വരാൻ പാടില്ല. അതെ, അപ്പൊ അതിനുള്ള ഒരു സൂത്രപ്പണിയും കൂടിയായിട്ട് ഇങ്ങനെ ലോഗ് ബുക്കിൽ എഴുതി വെച്ചതായിരിക്കാനാണ് സാധ്യത, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഇൻപുട്ടെല്ലാം കൃത്യമാണെന്ന് പൈലറ്റിനെ അറിയിക്കുന്ന സംവിധാനം കേടാണെന്നാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ബോയിങ്ങിലെ പ്രൊസീജിയർ പ്രകാരം ഇതൊക്കെ പിന്നീട് താഴെ ഈ അഹമ്മദാബാദിൽ വന്നിട്ട് പിന്നെ ലണ്ടനിലേക്ക് ഗാറ്റ്വിക്കിലേക്ക് പറക്കുന്നതിന് മുമ്പ് ഈ ഡിഫക്റ്റ് കണ്ടിട്ട് ഇത് എഞ്ചിനീയർമാർ ശരിയാക്കിയിരുന്നു. ഈ ഭാഗം മനസ്സിലായില്ലേ? ഇതിന്റെ ഡിഫക്ട്സ് മുഴുവൻ ഇത് ശരിയാക്കിയിരുന്നു. പിന്നെ ഇത് പറക്കുമ്പോ ഒരാൾ ചെയ്താൽ മാത്രമേ, അതാണ് എന്തിനാണോ ഓഫ് ചെയ്തത് മറ്റേ ജോലി. സബർവാളിനെ സംബന്ധിച്ച് സബർവാൾ ഒരു ചെറിയ പൈലറ്റ് ഒന്നുമല്ല. 8200 മണിക്കൂർ വിമാനം പറത്തിയിട്ടുണ്ട്. എക്സ്പോർട്ട് പൈലറ്റ് ആണ്. അതെ. അപ്പൊ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഇതുപോലെ 2 തകരാറ് ഇലക്ട്രിക് സ്നാഗുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുമ്പൊക്കെ ഇതിന് തകരാറുണ്ടായിട്ടുണ്ട്. പക്ഷേ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പറഞ്ഞിരിക്കുന്നത് ട്രാൻസിഷൻ ഓഫ് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചസ് ദാറ്റ് അലോ ആൻഡ് കട്ട് ഫ്യൂവൽ ടു എൻജിൻസ് എന്ന് പറയുന്നത് അത് ഈ എയർക്രാഫ്റ്റ് കമ്പനിയെയോ ഈ മെയിൻറ്റെയിൻ ചെയ്യുന്നവരെയോ കുറ്റപ്പെടുത്തുന്നില്ല. അതെ അതെ, അതാണ് ഇത് പൈലറ്റ് എററാണോ എന്നുള്ളൊരു സംശയം. ഇതിന് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, അത് നമ്മൾ പറയാതെ വയ്യ. കാരണം ഇത് ഇതിന്റെ വിമാനത്തിന്റെ സ്വിച്ചുകൾക്ക് വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. അത് നേരത്തെ ഒരു അഡ്വൈസറി വന്നിട്ടുണ്ടായിരുന്നു. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ പൈലറ്റിന്റെ പിഴവാണെന്ന് ബോയിങ് കമ്പനിക്ക് വേണ്ടി അമേരിക്കൻ മാധ്യമങ്ങൾ നടത്തുന്ന ഒരു പ്രൊപ്പഗാൻഡയാണ് എന്നൊരു വാദമുണ്ട്. ആ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ബോയിങ് കമ്പനി ഒരു അഡ്വൈസറി ഇറക്കിയിരുന്നു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ തകരാറുകൾ, അത് ബോയിങ് ഇതിന് 787 പറ്റിയല്ല, 737 പറ്റിയായിരുന്നു ബോയിങ്ങിന്റെ അഡ്വൈസറി. പക്ഷെ അതേ തരം സ്വിച്ചുകളാണ്, അതേ ഡിസൈനാണ് 787-8 ഉള്ള സ്വിച്ചുകൾ. ഇത് പക്ഷെ മാൻഡേറ്ററി അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മാൻഡേറ്ററി അല്ല. അപ്പൊ എയർ ഇന്ത്യ അത് വെറുതെ അഡ്വൈസറി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് വിടുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ ഏതായാലും സത്യാവസ്ഥ ഇപ്പം നമുക്ക് അറിയാൻ കഴിയില്ല. സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലെ നാഷണൽ ട്രാഫിക് സേഫ്റ്റി ബോർഡിൻ്റെ മേധാവി ജെന്നിഫർ ഹോമൻ പറഞ്ഞതുപോലെ ഈ ബ്ലാക്ക് ബോക്സിലെ സംഭാഷണങ്ങൾ പുറത്തു വരണം. അതിൻ്റെ അകത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ജോലി ചെയ്യുന്നവരാണല്ലോ പത്രപ്രവർത്തനം. ഈ ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ നടത്തിയില്ലേ, അവരിത് ആരോട് പറഞ്ഞാണെന്ന് വെളിപ്പെടുത്തിയില്ലല്ലോ. പക്ഷെ അവർ രഹസ്യമായിട്ട് വാൾ സ്ട്രീറ്റ് ജേർണലിനും ഒക്കെ ലീക്ക് ചെയ്ത് കൊടുത്തായിരിക്കുമല്ലോ. കാരണം ഈ വിവരം ഇനിയുള്ള റിപ്പോർട്ടിൽ പറയുമ്പോൾ ബഹളം ഉണ്ടാകണ്ട എന്ന് വെച്ചിട്ട് നേരത്തെ. അത് മാത്രമല്ല സാർ, ബോയിങ്ങിന്റെ തലയിൽ നിന്ന് ഈ ആക്ഷേപം മാറിക്കിട്ടും.
അതുകൊണ്ട് അത് അമേരിക്കയുടെ താല്പര്യവും കൂടിയാണ്. അതുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്ത്യക്കാരനായ പൈലറ്റ് ഈ ഇത്രയും ആളുകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതാണോ? അങ്ങനെയാണ് ഒരു നറേഷൻ ഉണ്ടായി വരുന്നത്. ഈ പറയുന്ന വ്യോമയാന വിദഗ്ധനായ മോഹൻ രംഗനാഥൻ്റെ ഇൻ്റർവ്യൂവിലൂടെ അദ്ദേഹം പൈലറ്റുമാരോട് സംസാരിച്ചതിൽ നിന്ന് പൈലറ്റിൻ്റെ മനോനില ശരിയല്ലായിരുന്നു എന്നുള്ള സംഭവമുണ്ട്. പിന്നെ ഈ ബോയിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കഥയാണോ എന്നുള്ള തിയറിയുടെ ഒരു ദുരൂഹത സമസ്യ കൂടുകയാണ്. ഈ ആത്മഹത്യയുടെ കാര്യം ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ നിന്നുള്ള സൗകര്യം വെച്ചിട്ടാണല്ലോ ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുക. ഒരു വൈമാനികൻ ഒരു വിമാനം വെച്ച് തന്നെ ചെയ്യാമെന്ന് ആലോചിക്കുന്നത്. പക്ഷെ നിരപരാധികളായ 266 പേരുടെ മരിച്ചു. പ്രാന്താണല്ലോ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.